നാട്ടിലേക്ക് മടങ്ങാൻ എയർപോർട്ടിലെത്തി വിമാനത്തിൽ കയറാൻ വെറും മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെ മിഡിൽ ഈസ്റ്റിലെ യുദ്ധക്കനൽ കവർന്നത് ഒരു ഇന്ത്യൻ പ്രവാസിയുടെ ജീവനും ഒരു കുടുംബത്തിന്റെ മുഴുവൻ സ്വപ്നങ്ങളുമാണ്. കുവൈറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇക്കഴിഞ്ഞ ബുധനാഴ്ചയുണ്ടായ ഇറാൻ അനുകൂല ഡ്രോൺ മിസൈൽ ആക്രമണത്തിലാണ് ഒരു ഇന്ത്യൻ പൗരൻ കൊല്ലപ്പെട്ടത്. മധ്യപ്രദേശിലെ ഉജ്ജയിൻ സ്വദേശിയായ 55-കാരൻ മൻസൂർ അഹമ്മദാണ് ഈ ദാരുണമായ ദുരന്തത്തിന് ഇരയായത്. കഴിഞ്ഞ 30 വർഷമായി കുവൈറ്റിൽ തയ്യൽ തൊഴിലാളിയായി ജോലി ചെയ്തു വരികയായിരുന്നു മൻസൂർ അഹമ്മദ്. വരാനിരിക്കുന്ന സ്വന്തം മരുമകന്റെ വിവാഹത്തിൽ പങ്കെടുക്കാനും പ്രിയപ്പെട്ടവരെ നേരിൽ കാണാനുമുള്ള അതിയായ സന്തോഷത്തിലാണ് അദ്ദേഹം നാട്ടിലേക്ക് വരാനൊരുങ്ങിയത്. മുംബൈയിലേക്കുള്ള വിമാനം കയറാനായി ബുധനാഴ്ച പുലർച്ചെ തന്നെ അദ്ദേഹം കുവൈറ്റ് എയർപോർട്ടിലെ ടെർമിനൽ 1-ലെത്തിയിരുന്നു. എന്നാൽ വിധി മറ്റൊന്നായിരുന്നു കാത്തുവച്ചിരുന്നത്. അമേരിക്കയും ഇറാനും തമ്മിൽ നിലനിൽക്കുന്ന കടുത്ത സംഘർഷങ്ങളുടെ തുടർച്ചയായിട്ടായിരുന്നു കുവൈറ്റ് വിമാനത്താവളത്തിനു നേരെ പെട്ടെന്ന് ആക്രമണമുണ്ടായത്. യാത്രക്കാർ നിറഞ്ഞ എയർപോർട്ട് ടെർമിനലിന് മുകളിലേക്ക് പതിച്ച ഡ്രോൺ വലിയ സ്ഫോടനത്തോടെ പൊട്ടിത്തെറിക്കുകയായിരുന്നു. മൻസൂർ അഹമ്മദിന്റെ ജീവൻ സംഭവസ്ഥലത്തുതന്നെ നഷ്ടമായി. ആക്രമണത്തിൽ 60-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. നാട്ടിൽ മകനും പ്രായമായ അമ്മയും ഫോണിൽ വിളിക്കാൻ ശ്രമിച്ചെങ്കിലും കിട്ടാതിരുന്നതിനെ തുടർന്ന് പിന്നീട് ഇന്ത്യൻ എംബസിയാണ് മരണവിവരം ഔദ്യോഗികമായി കുടുംബത്തെ അറിയിച്ചത്. സംഭവത്തെ തുടർന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ശക്തമായ ഭാഷയിലാണ് ഈ ആക്രമണത്തെ അപലപിച്ചത്. യാതൊരു തെറ്റുമില്ലാത്ത സാധാരണ ജനങ്ങളെയും സിവിലിയൻ വിമാനത്താവളങ്ങളെയും ലക്ഷ്യമിട്ടുള്ള ഇത്തരം യുദ്ധനടപടികൾ അംഗീകരിക്കാൻ കഴിയില്ലെന്നും ആക്രമണങ്ങൾ അടിയന്തരമായി അവസാനിപ്പിക്കണമെന്നും ഇന്ത്യ ആവശ്യപ്പെട്ടു. വർഷങ്ങളോളം മണലാരണ്യത്തിൽ ചോരനീരാക്കി പണിയെടുത്തുണ്ടാക്കിയ സ്വപ്നങ്ങളുമായി സ്വന്തം നാട്ടിലെ ഒരു ആഘോഷത്തിൽ പങ്കെടുക്കാനിറങ്ങിത്തിരിച്ച ഒരു സാധാരണ പ്രവാസിയുടെ ഈ ദാരുണാന്ത്യം രാജ്യാന്തര തലത്തിൽ പ്രവാസികളുടെ സുരക്ഷയെക്കുറിച്ച് വലിയ ആശങ്കകളാണ് ഉയർത്തുന്നത്.